Are you fine today? Have you heard your breakfast? എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു ടീച്ചർ വിശ്വസിക്കുന്നു അല്ലേ? പഠിക്കാൻ എല്ലാവരും റെഡിയാണോ? Do you know today's date? Today is 5th January 2022. Which day is today? Today is Wednesday. What we have learned yesterday? Teacher കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? We have learned about weather and seasons. Okay. ടീച്ചർ ഏത് സീസണെ കുറിച്ചാണ് പറഞ്ഞത്? Summer season അല്ലേ? Today we are going to study the other seasons. ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. Okay. Some hard words are written on the board. All of you listen here. Number 1, thunder. 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 Number 2, lightning. 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 Number 3, autumn. Autumn. Number 4, spring. Spring. Number 5, pleasant. 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 Let us move on to the text. All of you open your text and take page number 108. So, today we are going to study the other seasons. Okay. Now we are going to study the monsoon season. Monsoon season എന്ന് പറയുന്നത് എങ്ങനെയാണ്? റെയിനി ആൻഡ് ക്ലൗഡി ആണ് അല്ലേ? അപ്പോൾ മഴയുള്ള ദിവസങ്ങളാണ്, അതുപോലെ തന്നെ ക്ലൗഡി ഡേയ്സ് ആണ്. മൺസൂൺ ബ്രിങ്സ് റെയിൻ. അപ്പോൾ നമുക്ക് മഴ കൊണ്ടുവരുന്നത് എന്താണ്? മൺസൂൺ എന്ന് പറയുന്നത് ഒരു വിൻഡിൻ്റെ പേരാണ് കേട്ടോ. മൺസൂൺ വിൻസ് ആണ് നമുക്ക് റെയിൻ കൊണ്ടുവരുന്നത്. ദ വെദർ ഈസ് ക്ലൗഡി ആൻഡ് കൂൾ വിൻസ് ബ്ലോ ഓൾ ദ ടൈം. അപ്പോൾ എന്താ? മൺസൂൺ സീസണിൽ വെദർ എന്ന് പറയുന്നത് ക്ലൗഡിയാണ്, അതുപോലെ തന്നെ തണുത്ത കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്നു. വി ക്യാൻ ഹിയർ തണ്ടർ ആൻഡ് സീ ലൈറ്റ്നിങ് ഇൻ ദ സ്കൈ. പിന്നെയോ ഇടിയുടെയും അതുപോലെ തന്നെ എന്താണ് മിന്നലും ഒക്കെയുള്ള ദിവസങ്ങളാണ് മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. ഓക്കെ. വി യൂസ് ആൻ അംബ്രല ഓർ വെയർ എ റെയിൻകോട്ട് ആൻഡ് ഗംബൂട്ട്സ് വെൻ വി ഗോ ഔട്ട്. അപ്പോൾ പുറത്ത് പോകുന്ന സമയം നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അംബ്രല. പിന്നെയോ ചിലപ്പോൾ റെയിൻകോട്ട് ഉപയോഗിക്കാറുണ്ട്. ദെൻ ഗംബൂട്ട്സ് എന്ന് വെച്ചാൽ ലോങ് ഷൂസാണ്. അപ്പോൾ അത് നമ്മുടെ കാലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. ദേ പ്രൊട്ടക്ട് us ഫ്രം റെയിൻ അല്ലേ? ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ റെയിനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ? അംബ്രല്ല, അതുപോലെ റെയിൻകോട്ട് ആൻഡ് ഗംബൂട്ട്സ്. സംടൈംസ് വി സീ എ റെയിൻബോ ഇൻ ദ സ്കൈ. ഇനി നമുക്ക് എന്ത് കാണാൻ സാധിക്കും മൺസൂൺ സീസണിൽ? സ്കൈയിൽ നമുക്ക് റെയിൻബോ കാണാൻ സാധിക്കുന്നു. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? Then listen here. Pick the things you like to do on a hot day. അപ്പോൾ ചൂടുള്ള ദിവസം നിങ്ങൾ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇത് ഓരോന്ന് തന്നിട്ടുള്ളത് റീഡ് ചെയ്ത് നോക്കണം. എന്നിട്ട് ഹോട്ട് ഡേയിൽ എന്താ ചെയ്യാൻ നമുക്ക് തോന്നുന്നത് എന്നത് നോക്കിയിട്ട് ആ ഹോട്ട് ഡേയിൽ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യത്തിന് ഏത് മാർക്കാണ് കൊടുക്കേണ്ടത്? ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ക്രോസ് ദ വൺസ് യു ലൈക്ക് ടു ഡു ഓൺ എ റെയിനി ഡേ. റെയിനി ഡേയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഏതാ കൊടുക്കേണ്ടത്? ക്രോസ് മാർക്കും കൊടുക്കുക. ഓക്കെ. നമ്പർ 1, മേക്ക് പേപ്പർ ബോട്ട്സ്. പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള ദിവസത്തിനാണ് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും അറിയാം, റെയിനി ഡേ ആണ്. അപ്പോൾ ഏതാ നമ്മൾ ചെയ്യേണ്ടത്? ക്രോസ് മാർക്ക് കൊടുക്കുക. ഓക്കെ. എൻ്റെ സെക്കൻഡ് 1, ഹാവ് കോൾഡ് ഡ്രിങ്ക്സ് അല്ലേ? കോൾഡ് ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് സമയത്താണ്? എല്ലാവർക്കും അറിയാമല്ലോ, ഏതാണ്? ഹോട്ട് ഡേയിലാണ് അല്ലേ? അപ്പോൾ ഇതിവിടെ എന്താ ചെയ്യേണ്ടത്? ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ വിയർ സൺഗ്ലാസസ് ധരിക്കുന്നതോ ഏത് ഡേയിലാണ്? ഹോട്ട് ഡേയിലാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ വിയർ എ റെയിൻകോട്ട് ധരിക്കുന്നതോ ഏത് ഡേയിലാണ്? റെയിനി ഡേ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മാർക്ക് കൊടുക്കുക. ഓക്കെ. ഈസ് ഇറ്റ് ക്ലിയർ? ദെൻ നെക്സ്റ്റ് ടീച്ചർ പറയാൻ പോകുന്നത് വിൻ്റർ സീസണിനെ കുറിച്ചാണ്. വിൻ്റർ സീസൺ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ദിവസങ്ങളാണ്? കോൾഡ് അല്ലേ? നല്ല തണുപ്പുള്ള ദിവസങ്ങളാണ്. വി ഫീൽ കോൾഡ് ഇൻ വിൻ്റർ അല്ലേ? അപ്പോൾ വിൻ്റർ സീസണിൽ നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു. ഡേയ്സ് ബിക്കം ഷോർട്ട് ആൻഡ് നൈറ്റ്സ് ആർ ലോങ്. അപ്പോൾ വിൻ്റർ സീസണിൽ എന്തിനാ ദൈർഘ്യം കൂടുതൽ? നൈറ്റ്സ് അല്ലേ?
അപ്പോൾ രാത്രിക്കാണ് ദൈർഘ്യം കൂടുതൽ, ഡേയ്സ് ബിക്കം ഷോർട്ട്. അപ്പോൾ പകരം എന്ന് പറയുന്നത് ദൈർഘ്യം കുറവാണ്. മൗണ്ടൻസ് ആൻഡ് ഹില്ലി ഏരിയാസ് ഹാവ് സ്നോഫോൾ അല്ലേ. അപ്പോൾ ധാരാളം മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? മൗണ്ടൻസിലും അതുപോലെ തന്നെ ഹില്ലി ഏരിയാസിലും. വി യൂസ് ബ്ലാങ്കറ്റ്സ് ആൻഡ് ക്വിൽസ് ടു കീപ് അവർ സെൽസ് വാം. ഇനി നല്ല തണുപ്പുള്ള ദിവസങ്ങളാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് നല്ല ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്? ബ്ലാങ്കറ്റ്സും അതുപോലെ തന്നെ ക്വിൽസ് എന്ന് വെച്ചാൽ പുതപ്പ്. അപ്പോൾ ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ്സും ക്വിൽസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വി വെയർ വുള്ളൻ ക്ലോത്ത്സ് ആൻഡ് യൂസ് ഹീറ്റേഴ്സ് ഓർ ലൈറ്റ് എ ഫയർ ടു സ്റ്റേ വാം. പിന്നെയോ വുള്ളൻ ക്ലോത്ത്സ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ഹീറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. പിന്നെ എന്താ? ലൈറ്റ് എ ഫയർ ടു സ്റ്റേ വാം. ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ എന്താ തീയെല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റുമൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ. വി ലൈക്ക് ടു ഹാവ് ഹോട്ട് ഡ്രിങ്ക്സ് ആൻഡ് ഹോട്ട് ഫുഡ്. പിന്നെ എങ്ങനെയുള്ള ഫുഡാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഹോട്ട് ഫുഡാണ് അല്ലേ. അതുപോലെ തന്നെ ഹോട്ട് ഡ്രിങ്ക്സും ഒക്കെ കുടിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ദെൻ ഗ്രാനി ആസ്ക്, ഇവിടെ മുത്തശ്ശി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വൈ ഷുഡ് യു നോട്ട് ഹാവ് വെരി കോൾഡ് വാട്ടർ ജ്യൂസസ് എക്സെട്ര ഇൻ വിൻ്റർ. വിൻ്ററിൽ എന്താ നമ്മൾ നല്ല തണുത്ത വാട്ടറും അതുപോലെ തന്നെ ജ്യൂസസ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല, എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഗൂഗിൾ മീറ്റിലൊക്കെ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക, എല്ലാവരും ആൻസർ കണ്ടെത്തുക. ഓക്കെ. സം പ്ലേസസ് ഓൾസോ എക്സ്പീരിയൻസ് ഓട്ടം ആൻഡ് സ്പ്രിംഗ്. ഇനി ചില പ്ലേസസിൽ ഓട്ടവും അതുപോലെ തന്നെ സ്പ്രിംഗ് സീസണും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ അനുഭവപ്പെടാറുണ്ട്. എന്താ ഓട്ടം സീസൺ? ഡ്രൈ ആൻഡ് വിൻഡി. ഓട്ടം സീസൺ എന്ന് പറയുന്നത് ഡ്രൈ ആണ്, അതുപോലെ തന്നെ വിൻഡിയാണ്, അല്ല കാറ്റുള്ള ദിവസങ്ങളാണ്, ഡ്രൈ ആണ്. ഇൻ ഓട്ടം ദ വെദർ ഈസ് നൈദർ ടു ഹോട്ട് നോട്ട് ടു കോൾഡ്. അപ്പോൾ ഓട്ടം സീസണിലെ വെദർ എന്ന് പറയുന്നത് ഭയങ്കര ചൂടുമല്ല ഭയങ്കര തണുപ്പുമല്ല. ഇറ്റ് ഈസ് ഡ്രൈ ആൻഡ് വിൻഡി. പിന്നെയോ ഡ്രൈ ആൻഡ് വിൻഡി ഡേയ്സ് ആണ്. ഡ്രൈ ലീവ്സ് ഫാൾസ് ഫ്രം ട്രീസ്. ഇപ്പോൾ ഓട്ടം സീസണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രീസിൽ നിന്നൊക്കെ ഇലകൾ പൊഴിയുന്ന ഒരു സമയമാണ്. ഈസ് ഇറ്റ് ക്ലിയർ? ദെൻ സ്പ്രിംഗ് സീസൺ പ്ലസൻറ്റ്. ദ വെദർ ഇൻ ദി സീസൺ ഈസ് പ്ലസൻറ്റ്. അപ്പോൾ ഈ സീസണിലുള്ള വെദർ എന്ന് പറയുന്നത് എന്താണ്? പ്ലസൻ്റ് ആണ്, അതായത് നല്ല ക്ലിയർ അറ്റ്മോസ്ഫിയർ ആണ്, നല്ല ഒരു വെദറാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പ്ലസൻ്റ് ആയിട്ടുള്ള വെദറാണ് അനുഭവപ്പെടുന്നത്. ഇറ്റ് ഈസ് നൈദർ ടു ഹോട്ട് നോട്ട് ടു കോൾഡ്. അതുപോലെ തന്നെ വെദർ എന്ന് പറയുന്നത് ഭയങ്കര കോൾഡും അല്ല ഭയങ്കര ഹോട്ടും അല്ല. ഇറ്റ് ഈസ് ദ സീസൺ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. പിന്നെ ഈ സീസൺ എന്തിൻ്റെയൊക്കെ ഒരു സീസണാണ്? ഫ്ലവേഴ്സിൻ്റെയും ബട്ടർഫ്ലൈസിൻ്റെയും ഒക്കെ സീസണാണ്. അതായത് ആ ചെടികളിലൊക്കെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സ്പ്രിംഗ് ഈസ് കാൾഡ് ബസന്ത് ഇൻ ഹിന്ദി. ഇപ്പോൾ സ്പ്രിംഗ് സീസണിൽ ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് എന്താണ്? ബസന്ത് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒന്ന് ടീച്ചർ റീഡ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്ത് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. ലെറ്റ് us move on to the notebook. All of you open your notebook, write today's date. Please listen to the hard words. Thunder, Thunder. Thunder. Lightning, Lightning. Lightning. Autumn, Autumn. Autumn. Spring, Spring. Spring. Pleasant, Pleasant. Pleasant. All of you write these hard words 5 times neatly, touching the lines and send it to me. Okay, bye children. Good morning everyone. അപ്പോൾ നമ്മൾ ഇന്ന് മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ന്യൂ ലെസൺ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ലാസ്റ്റ് ടേമിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാലും ചിലവരൊക്കെ എന്താണ് മറന്നുപോയി കാണും അല്ലേ, ചിലർക്ക് നന്നായിട്ട് അറിയായിരിക്കും. അപ്പോൾ ടീച്ചർ ഒന്നുകൂടി അത് റിവൈസ് ചെയ്യുകയാണ്. നമുക്കിന്ന് 2 മുതൽ 1ന്റെ ടേബിൾ എല്ലാവർക്കും അറിയായിരിക്കും, ഈസിയാണ് അല്ലേ. യെസ്, 2 മുതൽ 5 വരെയുള്ള ടേബിൾസ് ആണ് നമ്മൾ ഇന്ന് ടീച്ചർ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ ഓക്കെ, പ്ലീസ് ലിസൺ ഹിയർ. ടീച്ചർ ടേബിൾസ് ആണ് എഴുതിയിട്ടേക്കുന്നത്. 2, 3, 4, 5ന്റെ ടേബിൾസ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ഫസ്റ്റ് 2ന്റെ ടേബിൾ. 1 into 2 is equal to 2. 2 into 2, 4. 3 into 2 is equal to 6. 4 into 2 is equal to 8. 5 into 2 is equal to 10. 6 into 2 is equal to 12. 7 into 2 is equal to 14. 8 into 2 is equal to 16. 9 into
2 is equal to 18. 10 into 2 is equal to 20. Okay. 2 in the table. Next, 3 in the table. Okay. Please listen here. 1 into 3 is equal to 3. 2 into 3 is equal to 6. 3 into 3 is equal to 9. 4 into 3, 12. 5 into 3 is equal to 15. 6 into 3 is equal to 18. 7 into 3 is equal to 21. 8 into 3 is equal to 24. 9 into 3 is equal to 27. 10 into 3 is equal to 30. 30. Okay. Next, 4 in the table. Please listen here. 1 into 4, 4. 2 into 4 is equal to 8. 3 into 4 is equal to 12. 4 into 4 is equal to 16. 5 into 4 is equal to 20. 6 into 4 is equal to 24. 7 into 4 is equal to 28. 8 into 4 is equal to 32. 9 into 4 is equal to 36. 10 into 4 is equal to 40. 40. Okay. Next, 5 in the table. 1 into 5, 5. 2 into 5 is equal to 10. 3 into 5 is equal to 15. 4 into 5 is equal to 20. 5 into 5 is equal to 25. 6 into 5 is equal to 30. 7 into 5 is equal to 35. 8 into 5 is equal to 40. 9 into 5 is equal to 45. 10 into 5 is equal to 50. 50. അപ്പോൾ നമ്മൾ ഇന്ന് 2 to 5 വരെയുള്ള ടേബിൾസ് ആണ് പഠിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ. Okay, all of you take your notebook. Please listen here. Multiplication table ആണ്. നമുക്ക് ടേബിൾസ് ആണ് ഇന്ന് നോട്ട്ബുക്കിൽ എഴുതേണ്ടത്. 2, 3, 4 and 5 വരെയുള്ള ടേബിൾസ് ആണ്. ഓക്കെ. ഫസ്റ്റ് 2ൻ്റെ ടേബിൾ. 1 into 2 is equal to 2. 2 into 2, 4. 3 into 2, 6. 4 into 2, 8. 5 into 2 is equal to 10. 6 into 2 is equal to 12. 7 into 2 is equal to 14. 8 into 2 is equal to 16. 9 into 2 is equal to 18. 10 into 2 is equal to 20. Okay. Next, 3 in the table. 1 into 3, 3. 2 into 3 is equal to 6. 3 into 3 is equal to 9. 4 into 3 is equal to 12. 5 into 3 is equal to 15. 6 into 3 is equal to 18. 7 into 3 is equal to 21. 8 into 3 is equal to 24. 9 into 3 is equal to 27. 10 into 3 is equal to 30. 30. Okay. Next, 4 in the table. 1 into 4 is equal to 4. 2 into 4 is equal to 8. 3 into 4 is equal to 12. 4 into 4, 16. 5 into 4 is equal to 20. 6 into 4, 24. 7 into 4, 28. 8 into 4 is equal to 32. 9 into 4 is equal to 36. 10 into 4 is equal to 40. 40. Next, 5 in the table. 1 into 5 is equal to 5. 2 into 5 is equal to 10. 3 into 5 is equal to 15. 4 into 5 is equal to 20. 5 into 5 is equal to 25. 6 into 5 is equal to 30. 7 into 5 is equal to 7 into 5 is equal to 35. 8 into 5 is equal to 40. 9 into 5 is equal to 45. Then 10 into 5 is equal to 50. 50. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതായിരുന്നു ടേബിൾസൊക്കെ. ഓക്കെ. 2, 3 and 4, 5 വരെയുള്ള ടേബിൾസ് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് തേർഡ് ടേമിൽ ഹിന്ദി പഠിക്കേണ്ടത് നെക്സ്റ്റ് ലെസൺ ആണ്. മേള എന്ന് പറയുന്ന എ വരുന്ന ലെറ്റർ നമ്മൾ പഠിച്ചു. അടയാളം കേട്ടോ, അടയാളമാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ചേർത്തുള്ള പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്. റൈമാണ് കേട്ടോ. എന്താണ് ദസറ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ, അതിലെ മേള കാണാനായിട്ട് പോകുന്ന ഒരു ദൃശ്യവിരുന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ റൈം കേട്ടോ. അപ്പോൾ വായിച്ചു തരാൻ പോവുകയാണ്. ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പ്ലീസ് ലിസൺ ദ ബോർഡ്. മേള हेमा और देवेश सुबह से ही बहुत
खुश थे वे दशहरे का मेला देखना चाहते थे तभी हेमा की सहेली मेघा भी आई. Once more the reading. हेमा और देवेश सुबह से ही बहुत खुश थे. ഹേമയും ദേവേശും രാവിലെ തന്നെ വളരെയധികം ഹാപ്പി ആയിരുന്നു അല്ലേ? बहुत खुश थे. वे दशहरे का मेला देखना चाहते थे. അവർ ദസറയുടെ ദസറ എന്ന് പറയുന്ന ഫെസ്റ്റിവലിന്റെ മേള കാണാൻ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. वे दशहरे का मेला देखना चाहते थे तभी അപ്പോൾ that time ഹേമ की സഹേലി സഹേലി എന്താണ്? ഫ്രണ്ട്. ഹേമ की സഹേലി മേഘ भी ആയി. ഹേമയുടെ കൂട്ടുകാരി മേഘ വന്നു. ആയി കെയിം വന്നു. once more to reading please listen. हेमा और देवेश सुबह से ही बहुत खुश थे. वे दशहरे का मेला देखना चाहते थे तभी हेमा की सहेली मेघा भी आई. Okay children, हमने टेक्स्ट वाइकिया. All of you take your text page number 39. मेला मेला. हेमा और देवेश सुबह से ही बहुत खुश थे. ഹേമയും ദേവേശും രാവിലെ തന്നെ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ബഹുത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി, വളരെ. ഖുഷ്, ഹാപ്പി. ദെൻ വേ ദശറേക്ക അവർ ദശറയുടെ മേള ദേഖ്ന ചാക്തേതെ ദസറ എന്ന് പറയുന്ന ഫെസ്റ്റിവലിൻ്റെ മേള കാണാൻ ആഗ്രഹിച്ചിരുന്നു. ദേഖ്ന ചാക്തേതെ തഫി അപ്പോൾ ദാറ്റ് ടൈം അപ്പോൾ ഹേമാക്കി സഹേലി ഹേമയുടെ സഹേലി കൂട്ടുകാരി മേഘ भी ആയി. മേഘ വന്നു. ഹേമാക്കി സഹേലി മേഘ भी आई. once more to reading. हेमा और देवेश सुबह से ही बहुत खुश थे. वे दशहरे का मेला देखना चाहते थे तभी हेमा की सहेली मेघा भी आई. All of you take your notebook. Write today's date and day. Write the meanings. Mela. Write the meanings. Subah, morning. Bahut, very. Saheli, friend. Once more to reading. Subah, morning. Bahut, very. Saheli, friend. Write 5 times എഴുതണം. നീറ്റായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. Okay, thank you children.